48ാമത് സംസ്ഥാന ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ ഈ വേദിയിൽ നടക്കുന്നത്. എല്ലാ രീതിയിലുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും അതിലൂടെ നമ്മുടെ നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ, ഏഷ്യൻ ലെവലിലാണ് നമ്മുടെ ഈ മത്സരങ്ങളെല്ലാം ഇവിടെ നടത്തുന്നത്. വളരെ അഭിമാനത്തോടു കൂടിയാണ് വയനാട് ജില്ലയിലെ ആം റെസ്ലിംഗ് അസോസിയേഷൻ ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ട് 48 ചാമ്പ്യൻഷിപ്പുകൾ ഇവിടെ നടന്നു. അതിൽ 48ാമത് ആദ്യമായിട്ട് വയനാടിന് ആതിഥ്യം വരാനുള്ള അവസരം ലഭിച്ചു. അത് വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ തന്നെ 2 ദിവസമായി ഇവിടെ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. നാളെ കൂടെ ഈ മത്സരം ഉണ്ടാവും. കായിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടുള്ള ഒരു ജില്ലയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വയനാട്. നമുക്കറിയാം, വനിതാ ക്രിക്കറ്റ് രംഗത്ത് മിന്നുമണിയും അതുപോലെ തന്നെ സഞ്ജന സജീവൻ അടക്കമുള്ള ആളുകൾ വയനാടിന്റെ താരങ്ങളായിക്കൊണ്ട് ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിന്റെ സന്തോഷ് ട്രോഫി കേരള ടീം ഇപ്പോൾ അസമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ ടീമിന്റെ ചീഫ് കോച്ചായിട്ട് ഉള്ളത് വയനാട്ടുകാരനായ നമ്മുടെയൊക്കെ സുഹൃത്തായുള്ള ഷഫീഖ് ഹസനാണ്. അതുപോലെ തന്നെ കേരള സന്തോഷ് ട്രോഫിയുടെ ടീം മാനേജർ വയനാട് ജില്ലക്കാരനായ ഷമീം പാറക്കണ്ടിയാണ്. ഒട്ടനവധി കായിക താരങ്ങൾക്ക് മികച്ച രീതിയിലുള്ള അവസരങ്ങൾ നൽകുന്നതിന് എന്നും മുന്നിൽ നിന്നിട്ടുള്ള ഒരു സ്പോർട്സ് രംഗമാണ് വയനാട്ടിലുള്ളത്. ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ഈ ഗുസ്തി മത്സരം മറ്റുള്ള സ്പോർട്സിനോട് പോലും ഉപമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കായിക അഭ്യാസമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം ആരോഗ്യപരമായും മാനസികമായും നല്ല ഉന്മേഷത്തോടു കൂടിയും നല്ല അവബോധത്തോടു കൂടിയും ഈ അഭ്യാസങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ അഭ്യാസത്തിനുള്ള ചാമ്പ്യൻഷിപ്പ് നൽകാൻ ഇതിൻ്റെ സ്പോർട്സ് ഉദ്യോഗസ്ഥർക്ക് കഴിയുകയുള്ളൂ. ഒളിമ്പിക് അസോസിയേഷനിലേക്ക് അസോസിയേറ്റ് മെമ്പറായിട്ട് ഇപ്പോൾ ആം റെസ്ലിംഗ് സ്റ്റേറ്റ് അസോസിയേഷൻ വന്നിരിക്കുന്നത് അതിനൊരു നിമിത്തമാകാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അപ്രതീക്ഷിതമായി, കാരണം കഴിഞ്ഞ എക്സിക്യൂട്ടീവിലാണ് തീരുമാനമെടുത്തത്. ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന, വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്ന അസോസിയേഷനെ അസോസിയേറ്റ് മെമ്പറാക്കുക എന്നുള്ളത് കഴിഞ്ഞ സ്റ്റേറ്റ് മീറ്റിങ്ങിലാണ് തീരുമാനമെടുത്തത്. അതിനുശേഷം വന്ന ആദ്യത്തെ അസോസിയേഷനാണ് ആം റെസ്ലിംഗ് അസോസിയേഷൻ. ஜோஜி சார், சமீர் சார், சந்தீப் சார், ரோஷி சார், நோபி சார், இவங்கெல்லாம் வந்து தமிழ்நாட்டுக்கு எங்களுக்கு நிறைய ஹெல்ப் பண்ணி ஆம் ரெஸ்லிங் நிறைய இம்ப்ரூவ்மெண்ட் பண்ணுங்க. ஸோ இப்போ ஆம் ரெஸ்லிங் தமிழ்நாட்டில் நிறைய டெவலப் ஆயிருக்கு. I am Prakshit Jadon from People's Arm Wrestling Federation India. So today I am here for basically for the fixtures that you are running on the screen. So I am managing all these things in the national championship as well as in the Asian championship and world championship. So I am here to tell you something about that what we have done in this year and what we have in planning for our championships. So right now Team India is going for World Arm Wrestling Cup. Right after this championship I will be going to Uzbekistan for that championship. After that we will have all India inter-university games in Aligarh for arm wrestling men and women that will be organized by People's Arm Wrestling Federation India. So that we have very big opportunity for People's Arm Wrestling Federation India to organize that championship. കുട്ടികളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരമാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് മത്സരങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇതിന്റെ കാറ്റഗറി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് കാറ്റഗറികളും ഒരുപാട് മത്സരാർത്ഥികളും ബെന്നിസാരൊക്കെ പറയുന്ന പോലെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ മത്സരം ഏറ്റവും സുഗമമായി നടന്നു പോകുക എന്നതാണ് പ്രധാന കാര്യം. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എനിക്ക് മുമ്പേ സംസാരിച്ച ആളുകൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. ഏറ്റവും സന്തോഷം ഇത്തരത്തിലുള്ള മത്സരങ്ങൾ വയനാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കെല്ലാം ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ സൈക്ലിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങളാണ് സംസ്ഥാന മൗണ്ടൈൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് വയനാട്ടിൽ വെച്ച് നടന്നത്. അപ്പോൾ അതിലെ ചാമ്പ്യന്മാരായിരുന്നു ഞങ്ങൾ. അപ്പോൾ വയനാട് ടീമിനോട് എന്ത് തന്നെ പറഞ്ഞാലും നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നവീൻ സാറിനെ, അതുപോലെ കബീർ സാറിനെയും ബെന്നി സാറിനെ പോലെ കുറേ ആളുകളുണ്ട് 48 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആദ്യമായിട്ട് വയനാട്ടിലേക്ക് വിരുന്നെത്തുന്ന ഈ ചാമ്പ്യൻഷിപ്പ്
മറ്റ് ജില്ലകൾക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത് കുറച്ച് അസൂയായിരിക്കാം. എന്നിരുന്നാൽ പോലും കഴിവിന്റെ പരമാവധി നിങ്ങൾ അത് പിടിച്ചെടുക്കണം. അതിനുള്ള നിങ്ങൾക്ക് കഴിയട്ടെ. മുന്നോട്ട് പോകാനും പഞ്ചഗുസ്തി എന്താണ് എന്ന് ആളുകൾ മനസ്സിലാക്കി വരികയാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ മക്കളെയും കൂട്ടി എല്ലാ രക്ഷിതാക്കളും ഈ മത്സര രംഗത്തേക്ക് കടന്നു വരുന്നു. 240 പേരാണ് എറണാകുളം ജില്ലയിൽ മാത്രം ഇവിടെ മത്സരത്തിനായി എത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് എത്രത്തോളമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. വളരെ സന്തോഷകരമായി ഈ അസോസിയേഷനെ ചേർത്ത് പിടിച്ച് ശ്രീ ജോജി അടൂരിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന പഞ്ചഗുസ്തി അസോസിയേഷൻ ഏറെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ക്വാളിറ്റി ഒട്ടും തന്നെ കുറയാതെ അതിൻ്റെ പരമാവധി ഏറ്റവും മികച്ച സംഘാടനത്തിലൂടെ അത് പരിഹരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അതിന് ഞങ്ങൾക്ക് ആവശ്യമാണ്, അത് ലഭിക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ടും നാളെ ഇത് അവസാനിക്കുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുള്ള സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് വയനാട് ജില്ലയിൽ സ്പോർട്സ് കൗൺസിലിൽ ഏറ്റവും കൂടുതൽ ദേശീയ മെഡലുകൾ കൊണ്ടുവരുന്ന കായിക ഇനമായിട്ട് പഞ്ചഗുസ്തി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം വയനാട് ജില്ലയിൽ ഇന്റർനാഷണൽ മെഡൽ വന്ന ഒരേ ഒരു ഇനം, സ്പോർട്സ് കൗൺസിൽ ഒരേ ഒരു ഇനം പഞ്ചഗുസ്തിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പ് ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. വയനാട് ജില്ലയിൽ നിന്നുള്ള കായിക താരങ്ങൾക്ക് അത് കൂടുതൽ ഒരു ഊർജം പകർന്നു നൽകും എന്ന പ്രതീക്ഷയോടുകൂടി